ആണെങ്കിലും വോയിസ് ഇടാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്റെ ഫാമിലിയില് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്നോട് സംസാരിക്കാത്തവരോട് എനിക്ക് പോയി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നില്ല. ഞാനങ്ങനെ ചെയ്യൂല. അവർക്ക് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ എന്താ ഇങ്ങോട്ട് സംസാരിച്ചാല് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ അൽഹംദുലില്ലാഹ് അത് മാറി. അവരാരും ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അവരെന്തോ ചെയ്തോട്ടെ. അത് അവരുടെ ഇഷ്ടം. എന്ന് വെച്ച് ഞാൻ അവരോട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കേറി സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ ഹസ്ബൻഡിന്റെ ഉം ഉമ്മായിട്ട് എന്താ പറയാ ഇഷ്ടക്കുറവൊന്നുമല്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാഹ് ഈ അടുത്ത് എന്റെ മോളുടെ സ്കൂളിൽ ചെറിയ മോളുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആളുടെ സ്കൂളില് ഗ്രാൻഡ് പാരന്റ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന് ആ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത് ആളെ കൊണ്ട് ഞാൻ കൊടുപ്പിച്ചു. അതും ഒരുപാട് സന്തോഷത്തോടെ കൂടെ ഫുൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടെ ഒരു തരി പോലും അവിടെ ഒരു വിഷമോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു സംഭവമൊക്കെ ഞാൻ ശരിക്കും മാമിനോട് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി സന്തോഷം കൊണ്ട്. എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. ഇഷ്ടമൊക്കെയാണ് എങ്കിലും ഒരു മൂടല് പോലെ ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ക്ലിയർ ആയ ആ ഒരു ഭാഗം. അതുപോലെ ഹസിന്റെ വീട്ടില് അവര് ഫാമിലി അവര് ആൺകുട്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത്. 5 ബോയ്സ് ആണ്. അവരുടെ ജ്യേഷ്ഠന്മാരുടെ വൈഫായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ മാറിയത് കൊണ്ടായിരിക്കാം അൽഹംദുലില്ലാഹ് അവരിപ്പോ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവര് വിശേഷം ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ അങ്ങോട്ട് മിണ്ടിയാൽ പോലും പലപ്പോഴും അവര് മുഖം തിരിച്ചു പോകുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കുന്നു. കുറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ ഈ ഒരു ഇതിലേക്ക് വന്നത് കൊണ്ട് പിന്നെ കയ്യില് പൈസ വെച്ച് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ പൈസ എങ്ങനെ തീർന്നു എന്ന് ചോദിച്ചാൽ മതി. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഇപ്പൊ മാം പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം കയ്യില് എന്താ പറയാ ചാരിറ്റിക്ക് വേണ്ടിയാണെങ്കിലും പൈസ കയ്യില് പിടിക്കാൻ, അതായത് കയ്യില് കിട്ടുന്ന പൈസക്ക് അതിങ്ങനെ ഉണ്ട്. ഇപ്പൊ എവിടെ പോയാലും അത്രയധികം പൈസ ചെലവാകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ എന്താ പറയാ മൊത്തത്തില് ചിന്തകൾ മാറിയപ്പോ തന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ മാറിയത് കൂടെ എന്താ പറയാ ലൈഫ് മൊത്തത്തിലൊന്ന് മാറി. അതുപോലെ ഹസ്ബൻഡായിട്ട് ഇടക്കിടക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് അതൊന്നുമില്ല. ആളിപ്പോ രാവിലെ വിളിക്കും. ചിലപ്പോ രാവിലെ വിളിച്ചാല് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിപ്പോ ഡെയിലി എന്തായാലും ഏതെങ്കിലും ഒരു ടൈമിൽ വിളിക്കും. അതും അങ്ങനെ മൊത്തത്തില് ലൈഫ് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം മാറ്റം. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും ഇപ്പം നംസി മാമിന്റെ അടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ മുബഷിറ മാമിന്റെ അടുത്ത്, അതുപോലെ ഷിറിൻ മാമിന്റെ അടുത്ത് ഒക്കെ ഇങ്ങനെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ ക്ലിയർ ആക്കി തരാറുണ്ട്. അതുപോലെ ഗ്രൂപ്പിൽ ഓരോരോ കാര്യങ്ങൾ ഗൈഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തില്ലേ എന്ന് നമ്മൾ പുറകെ നടന്നത് ഗൈഡ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മളത് ചെയ്തിരിക്കും. അപ്പോ അങ്ങനെ എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ശരിക്കും ചേഞ്ച് ആയ ഒരു കാര്യമാണ് ഈ ഇതിൽ വന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഞാന് ഇതിലേക്ക് ചേരുന്നതിന് മുമ്പ് സൈക്കോളജി ഡിപ്ലോമ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നത് ഇന്നലെയാണ്. 91% മാർക്ക് ഉണ്ട്. മാമിന്റെ അടുത്ത് ഞാനത് പറയുകയും ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ പഠിക്കണം, അതല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് എത്തണം. ഇതല്ല, മക്കളാണെങ്കിലും അവർക്കൊരു ഗുഡ് ആയിട്ടുള്ളൊരു ഉമ്മ ആയിരിക്കണം, അതല്ലെങ്കിൽ വൈഫിന്റെ എന്താ പറയാ ഹസ്ബൻഡിന്റെ അടുത്ത് അങ്ങനെ ആയിരിക്കണം. അങ്ങനെ മൊത്തത്തിൽ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അത് എന്റെ ചിന്തകളിലാണെങ്കിലും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല്, ഫോർഗിവ്നെസ്, ഇതൊക്കെ സ്ഥിരമായിട്ടൊരു ഹാബിറ്റ് ആക്കാൻ എനിക്ക് പറ്റി. മോർണിംഗ് മെഡിറ്റേഷൻ, അതൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. രാവിലെ മെഡിറ്റേഷൻ ഇരിക്കുക, ആ നേരം വേറെ എന്തെങ്കിലും പോയി ചെയ്താൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലൊക്കെ നിന്നിരുന്നത്. പക്ഷെ അതുകൊണ്ട് കുറേ മാറ്റങ്ങൾ വന്നപ്പോ പരമാവധി അത്യാവശ്യത്തിന് മാത്രം അതിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അതല്ലെങ്കിൽ എങ്ങനെയും മെഡിറ്റേഷന് വേണ്ടിയിട്ടിരിക്കും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് രാവിലെ എന്തായാലും അത് എഴുതും. രാത്രി ഫോർഗിവ്നെസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ആ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് മാമാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് അത്രമാത്രം എന്റെ ലൈഫിനെ അത്രമാത്രം സ്വാധീനിച്ച കാര്യങ്ങളാണ് അതെല്ലാം. പിന്നെ മാം പറഞ്ഞ പോലെ ഈ ചിരിയുടെ പിന്നിൽ സങ്കടമായിരുന്നു. അത് ആർക്കും മനസ്സിലാവും. ആർക്കോ വേണ്ടി ചിരിക്കുന്ന പോലത്തെ ഒരു ചിരിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതും ആരൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് കാണാൻ എന്തോ എന്തോ ഇതുപോലെ പറഞ്ഞപ്പോ പേടിയായിരുന്നു പിന്നെ മുഖത്തേക്ക് ചിരിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു ഫേസ് നമ്മളിങ്ങനെ മുറുക്ക പിടിക്കുന്ന ഒരു ഫേസ് ആക്കിയിട്ടായിരുന്നു. ചിരി വരുന്നാൽ പോലും അങ്ങനെ ചിരിക്കില്ലായിരുന്നു, പേടിയായിരുന്നു. അതെല്ലാം മാറി. അപ്പോ അത്രയും മാത്രം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നു. അതേപോലെ തന്നെ ഈ ഒരു സംഭവം തുടർന്നാൽ നിങ്ങളിലും ഓരോരുത്തർക്കും മാറ്റങ്ങൾ വരുന്നത്
ഒരുപാട് ഉറപ്പുണ്ട്. കാരണം അത്രത്തോളം ഞാൻ മാറില്ല എന്ന് വിചാരിച്ച എന്റേതായ പല കാര്യങ്ങളും ഒരുപാട് മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഓരോരുത്തർക്കും എന്തായാലും മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ്. ബുഷറ മാമിനും എല്ലാം നിഷിറി മാമിനും നെംസി മാമിനും എല്ലാവർക്കും ഹൃദയം തോർന്ന് ഒരുപാട് നന്ദിയുണ്ട് പറയാനായിട്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മനാൽ മാം. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ മനാൽ മാം ഒരു സെക്കൻഡ് പോലും ഒരു ഇടതടവില്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ മനാൽ മാം ഉണ്ടായിരുന്നത്. നമ്മൾ സംസാരിച്ച ഇന്നലെ നമ്മുടെ ഷാഹിന മാമിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കും, ബട്ട് എവിടേക്കോ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറയും. ഒന്നും കിട്ടാത്ത പോലെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ ചിരിക്ക് പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ചിരിക്കുന്നുണ്ട്, എപ്പോഴും മുഖം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ നമുക്ക് കണ്ടാലറിയാം, അത് കാണുന്നവർക്ക് മനസ്സിലാവാം, എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. എന്നാലും നമുക്കത് വീക്ഷിക്കുന്നവർക്കറിയാം അത് ആ ചിരിയുടെ ബാക്കിൽ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത്. അത് മാഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാരിറ്റി കോഡിന് ശേഷമാണ് അതിൽ നിന്നൊരു മാറ്റം വന്ന് പൂർണ്ണമായിട്ട് ആ 100%ലേക്ക് മാഷാ അല്ലാഹ് എത്തിയിട്ടുള്ളത്. ഇപ്പൊ അവര് ആദ്യം തന്നെ നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടാന്ന് പറയും, പക്ഷെ അത് കുറച്ച് ലാഗായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പറയുമ്പോഴത്തേനും മാഷാ അല്ലാഹ് സെക്കൻഡുകൾക്ക് അപ്പുറം അവിടെ ഫീഡ്ബാക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു കോൺഫിഡന്റ്, എനിക്ക് സംസാരിക്കാൻ കഴിയും, എനിക്ക് എന്റെ സംസാരം ഓക്കെ ആണ് എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തി. ഇപ്പൊ നേരത്തെ മനാൽ മാം പറഞ്ഞതുപോലെ തന്നെ പുഞ്ചിരി, ആരൊക്കെയോ പറഞ്ഞതുപോലെ അത് ഭംഗിയില്ലാന്നോ അല്ലെങ്കിൽ ആ സംസാരം കൊള്ളില്ല എന്നുള്ളത് എവിടെയോ ഒരു മുറിവ് അവർക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് മാം ഹീൽ ചെയ്ത് അതിനൊരു മാറ്റം വരുത്തി. ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു ചിന്താഗതി മനാൽ മാമിന്റെ ഉള്ളിൽ മാഷാ അല്ലാഹ് നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പൊ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സെക്കൻഡ് ഞാൻ അതന്നെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സെക്കൻഡെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ലാഗ് വന്നോ? ഒരു സെക്കൻഡ്, ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ പോലും നിർത്താതെ ആ ഒരു ഞാൻ ആ മിനിറ്റ് പോലും ഞാൻ നോക്കിയിരുന്നു. ആ സംസാരം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവർ ഫുള്ളായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അതില് ആ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് അത്രയും കോൺഫിഡന്റോടുകൂടെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്നാൽ ഞങ്ങളും ഇതിന്റെ ഒരു ഭാഗമായതിൽ, ഞങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ സാധിച്ചതിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഷിബില മാം ഒരു ഹാൻഡ് റൈസ് ചെയ്തോ? കൈ തട്ടിയതാണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷെൽ മാം പറഞ്ഞോളൂ. മനാൽ മാമിനോട് ഞാനും മാതാവ് പറഞ്ഞു, ഞാനും ശ്രദ്ധിച്ചു അത്. ഒരു നല്ല സ്പീക്കർ ആവാനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു മനാലിന്. അതെ, തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ട്. കാരണം ഇതൊക്കെ മറച്ചു വെച്ച് ഒരു സംസാരിക്കാൻ കഴിഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോ ഒരു 8th സ്റ്റാൻഡേർഡ് തുടങ്ങി കോളേജ് വരെയും പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് ആയിരുന്നു. എനിക്കത് മനസ്സിലായത് സ്പീക്കറിന്റെ കഴിവുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ഫീൽഡിലോട്ട് ഇതുവരെ പോയിട്ടില്ല. ആ ഒരു ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാ സത്യം. ഒരു സമയമാണ് നമുക്ക് അല്ലെ, അതും ഈ കോളേജ് ടൈമിലൊക്കെ ജസ്റ്റ് ടോപ്പിക് കിട്ടുന്നത് വെറും 5 മിനിറ്റിന്റെ ഉള്ളിലാണ്. നമ്മുടെ ചെന്ന ആ ഒരു ടൈമിലാണ്. പക്ഷെ അതെന്തോ ടോപ്പിക് ആയിക്കോട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോ കൂടെ ഉള്ളവര്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ഞങ്ങൾ രണ്ടുപേരുമാണ് ആകെ മിക്കവാറും അങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പോ അതില് എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നത് മൊത്തം. പിന്നെ മാരേജിന് ശേഷം കഴിവുള്ള ഒരാളാണ് അത്രയും ഉള്ളിൽ ഒതുക്കി സ്വയം ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോയത് അല്ലെ. ഇനി ഒരിക്കലും അതിലേക്ക് പോകാൻ പാടില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കൂല. നമ്മുടെ മാമും അതുപോലെ തന്നെ ഞങ്ങൾ മെന്റേഴ്സും അതിനൊരിക്കലും സമ്മതിക്കൂല എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് നിങ്ങൾ മറഞ്ഞു കിടക്കുന്ന ആ ലക്ഷ്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇനി കുതിച്ചുകൊണ്ടേയിരിക്കണം. എവിടെ ഇനി സ്കിപ്പ് ചെയ്യാൻ സമയമില്ല. ഉള്ളത് കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് മനാൽ മാം. മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാവരും, ഞങ്ങൾ മെന്റേഴ്സ് അടക്കം എല്ലാവരും. നിങ്ങളുടെ ഓരോ വാക്കും നമ്മുടെ മുബഷിറ മാം ഇതിന് വലിയൊരു കാരണമായി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയാനുള്ളത് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് കാണുന്നവർക്ക് അറിയില്ല ഇതിങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടുള്ളത്. പക്ഷെ നമുക്ക് അനുഭവിച്ചവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, നമ്മൾ മാറുന്നതോടുകൂടെ ചുറ്റുമുള്ളവർ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അല്ലെ. നമ്മൾ മാത്രമല്ല മാറുന്നത്, ബാക്കിയുള്ളവരും കൂടെയാണ്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സർക്കിളിലുള്ള എല്ലാവരും കൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് സമയം കളയാതെ തന്നെ
നമ്മുടെ ഇതിനൊക്കെ പ്രചോദനമാക്കിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെ നമ്മുടെ സ്നേഹനിധിയായിട്ടുള്ള നമ്മളെ കൂട്ടിച്ചേർത്ത് നമ്മളെ നെഞ്ചോട് ചേർത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന് കാരണക്കാരിയായിട്ടുള്ള നമ്മുടെ സ്നേഹനിധിയായിട്ടുള്ള സന്തോഷത്തോടു കൂടെ നമ്മുടെ ബുഷ്ര മാമിനെ നമുക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം ദിസ് സെഷൻ മാം. Thank you, Namsi. Thank you so much. താങ്ക് യു മനാൽ. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി ഒക്കെ കേട്ടല്ലേ? ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത്. മാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എൻ്റെ ചിന്ത മാറ്റിയപ്പോൾ എല്ലാം മാറി എന്നുള്ളതാണ്. ദാറ്റ്സ് റൈറ്റ്. അത്രേ സംഭവിച്ചുള്ളൂ അല്ലേ? ആ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വരുത്തിയ സമയത്ത് കംപ്ലീറ്റ് കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും ഇതുപോലത്തെ സക്സസ് സ്റ്റോറീസ്, ഇതിലും ഭംഗിയായിട്ടുള്ള സക്സസ് സ്റ്റോറീസ് പറയാൻ സാധിക്കട്ടെ. അപ്പൊ എല്ലാവരും നന്നായിട്ടൊന്ന് സ്മൈൽ ചെയ്തേ. എന്താ ഉങ്ങനെ ഇരിക്കുന്നൊക്കെ? യെസ്, നമ്മളെപ്പോഴും ആ ഒരു പുഞ്ചിരി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വൈബ്രേഷൻ ഓക്കെ ആവണം, നമ്മുടെ വൈബ്രേഷൻ പോസിറ്റീവ് ആവണം. എങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് വരുള്ളൂ. ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആഗ്രഹങ്ങളല്ല യഥാർത്ഥത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. നമ്മൾ എന്താണോ അതാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തൂല. ഓക്കെ, അപ്പം വളരെ പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് വൈബ്രന്റ് ആയിട്ട് ഇരിക്കാം. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സെഷൻ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ ഏകദേശം ഒറ്റ ദിവസം കൂടെ ഉള്ളു അല്ലേ? എത്ര പെട്ടെന്ന് ദിവസങ്ങൾ കടന്നു പോയത് എന്നുള്ളതാണ്. എനിക്ക് ഡൗട്ടായിരുന്നു, ഇന്നിപ്പോ 6 എന്നുള്ള എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ വീണ്ടും പോസ്റ്റർ എടുത്ത് നോക്കി, അത്രയ്ക്ക് ആയോ? 4-5 എന്റെ മൈൻഡ് കിടക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, പിന്നെ എത്ര ദിവസം ഉണ്ടാകും? ഇനി 2-3 ദിവസം. ഇല്ല കേട്ടോ, നീ തുടങ്ങിയത് ഇന്നാണ്, ഇത്ര ദിവസം കൂടെ ഉള്ളൂ എന്നുള്ള എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോസ്റ്റർ എടുത്ത് നോക്കി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ദിവസങ്ങൾ ഓടിപ്പോകുന്നത് എന്നുള്ളതാണ്. അപ്പം എനിവേ, എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒത്തിരി സന്തോഷമുണ്ട് മനാൽ. പുതിയ പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ലൈഫിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. സെഷനായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അത് ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നല്ല സെഷനാണ്. നമ്മളെ തോട്ട്സ് ചേഞ്ച് ചെയ്താല് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് കുറെ അറിഞ്ഞു വരുന്നു. ഇനി മുന്നോട്ടും അതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് മനാൽ മാം തന്നെ ഒരുപാട് മാറിയില്ലേ? മനാൽ മാമിന്റെ ആ സംസാരം, ഒരു നല്ല സ്പീക്കർ ആവും. ഞാൻ എവിടെയോ എനിക്ക് കേട്ടപ്പോ എനിക്ക് തോന്നി, അപ്പൊ വെറുതെ ആയില്ല, നമ്മൾ ചിന്തിച്ചത് ശരിയാണെന്നുള്ളതാണല്ലേ. ഒരു സ്പീക്കർ ആവാൻ സാധിക്കട്ടെ. അതുപോലെ ഓരോ കാര്യത്തിലും മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും, ഇതിലുള്ള ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പൊ എന്റെയൊക്കെ കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാനും ഇതുപോലെ ചെറുപ്പത്തില് എക്സ്റ്റംപോർ, ഞങ്ങളെ സ്കൂളിൽ അങ്ങനെ എക്സ്റ്റംപോർ എസ്സേ ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം 10th മറ്റോ പഠിക്കുമ്പോൾ എനിക്ക് മലയാളം എക്സ്റ്റംപോറിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, അപ്പൊ ഉള്ളിൽ എവിടെയോ എനിക്കും ഒരു സ്പീക്കർ ഒളിഞ്ഞ്, അന്നാണ് ഞാനത് ആദ്യം മനസ്സിലാക്കിയത്. പിന്നീട് പറഞ്ഞ പോലെ നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് 10-12 വർഷം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ്. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ എനിക്ക് നല്ല പ്രതികരിക്കും കേട്ടോ. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഹസ്ബൻഡ് വീട്ടിലത്തെ ആൾക്കാർ അത് എന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമുക്കെല്ലാം അറിയാം, പ്രതിഷേധങ്ങൾ പറഞ്ഞു തീർക്കണം എന്നുള്ള ആ ഒരു അതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അതിലുള്ള അന്നും ആ സ്പീക്കറൊക്കെ ഒളിഞ്ഞു കിടക്കേണ്ടത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്ക് ഭയങ്കര വിമർശനങ്ങളാണ് കേട്ടിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ അവര് പറയും, പെണ്ണുങ്ങൾ സംസാരിക്കരുത്, പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ
കിട്ടുന്നുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഇപ്പൊ എനിക്ക് വേണ്ടത് സംസാരിക്കാൻ അറിയാം. ഒരുപാട് ഇമോഷണലായി സംസാരിക്കാതെ, അന്ന് ഞാൻ ഒരുപാട് ഇമോഷണലായി സംസാരിച്ചിരുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് ഇമോഷണലായി സംസാരിക്കാതെ വേണ്ടത് സംസാരിക്കാൻ, അതൊക്കെ മാമിന്റെ കൂടെ വന്ന ഒരു കോച്ചിങ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ വേണ്ടത് വേണ്ട പോലെ സംസാരിക്കാൻ നമുക്ക് കഴിയണം അല്ലെ? അതിന് തന്നെയാണ് നമുക്ക് അല്ലെ പ്രതിഷേധങ്ങളും ഒക്കെ നമുക്ക് പറയാൻ കഴിയണം. അത് തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്. അതാണ് നമ്മൾ ഇവിടുന്ന് ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ട കഴിവാണത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഒക്കെ കഴിവുകൾ നല്ല രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അത് ഉപകാരപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അത് ആശംസിക്കുന്നു ഓരോരുത്തർക്കും. മാം, ഒരേ ഒരു കാര്യം ഇവിടെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോ ആരോ ചോദിച്ചില്ലേ, റിപ്പീറ്റ് ചെയ്യണോ, അത് മാറാതെ വരുമോ എന്ന് ചോദിച്ചില്ലേ. ഞാൻ എന്റെ ലൈഫിലെ ഒരു കാര്യം പറയാം. എന്റെ ഹസ്ബൻഡ് അധികം സംസാരിക്കാത്ത വ്യക്തിയാ. സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി സംസാരിക്കുന്ന പക്ഷെ ആള് വളരെ സൈലന്റ്, ശരിക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാ. അതേപോലെ പെട്ടെന്ന് ചിരിക്കാത്തൊരു വ്യക്തിയാ. പക്ഷെ ഞാൻ എന്റെ ഫേസ് എപ്പോഴും ചിരിച്ചിട്ടുള്ള ഒരു ഫേസ് ആയതുകൊണ്ടും നന്നായി സംസാരിക്കുന്നതുകൊണ്ടും ഇപ്പോ ആളെ മുന്നറിയാവുന്നവര് ആളെ കുറിച്ച് ഇപ്പൊ ചോദിക്കും, നീ പണ്ടൊന്നും സംസാരിക്കുമായിരുന്നില്ലല്ലോ, നീ ഇങ്ങനെ ചിരിക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ എന്നോട് തന്നെ എന്റെ ഹസ്ബൻഡ് പറയണ കാര്യമാണ്, നിന്റെ കൂടെ കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ ചിരിക്കുന്ന, അതായത് ഇപ്പൊ പരമാവധി ആളുടെ ഫേസിൽ ചിരി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള പ്രകൃതത്തിൽ നിന്ന് മാറി അത്യാവശ്യം സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വളരെ സൈലന്റ് ആയിരിക്കുമ്പോ എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് കയറി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ചിരിക്കാത്ത മുഖം കാണുമ്പോ ഞാൻ പറയും, എന്ന് ചിരിച്ചുകൂടെ, എനിക്ക് ഇങ്ങനെ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അങ്ങോട്ട് കയറി പറഞ്ഞ് അൽഹംദുലില്ലാഹ് ഇപ്പൊ നല്ലൊരു ചിരിക്കുന്ന ഫേസ് ആണ് ആളുടേത്. അതേപോലെ അത്യാവശ്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് മാറ്റണം എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാറും. അത് 100% ഉറപ്പാണ്. എന്റെ മക്കളെയും അതേപോലെ തന്നെ അവരോടും പറയും, ഇങ്ങനെ മുഖം ഇങ്ങനെ ചിരിച്ച ഫേസോടെ കൂടെ നിങ്ങൾ പുറത്തുള്ളവരോട് സംസാരിക്കുക, അതൊരു പോസിറ്റീവ് എനർജിയെ കിട്ടാന്ന് പറയാം. അതുകൊണ്ട് മൂത്ത ആള് ഡിഗ്രിയാണ്, രണ്ടാമത്തെ ആള് +1 ആണ്. രണ്ടുപേരെ ഫേസിലും അതേ ഒരു ചിരി ഞാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുണ്ട് അവരുടെ മുഖത്ത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം. അപ്പൊ നമ്മളത് വിചാരിച്ചാൽ എന്തായാലും അത് മാറും, ഉറപ്പായിട്ടും മാറും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മാം ഒരു ഡൗട്ട് പോലെ ചോദിച്ചതുകൊണ്ട് മനാൽ മാമിനെ ഡിഗ്രിക്ക് പഠിക്കുന്ന മോനാണോ മോളാണോ? മോളാണ്. കണ്ടതൊന്നും തോന്നുന്നില്ല, യു ആർ വെരി യങ്. ഓക്കെ, അപ്പൊ ഇനിയും ഒരു ബാല്യം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ഒക്കെ ഉള്ള. പക്ഷെ ഈ ഹസ്ബൻഡ്സിനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ഞാനിപ്പോ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാവിലെ നമ്മള് സെഷനിൽ ഇരിക്കുന്നതൊന്നും ചിലപ്പോ അവർക്ക് ഇഷ്ടാവുന്നുണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നല്ല, ഒരു ദിവസം എന്നോട് ഇവിടെ വെച്ചിരുന്ന നിങ്ങൾ ആരോ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. രാവിലെ ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സമയത്താണ് മൂപ്പര് എന്നോട് ചായ വെച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞിട്ട് ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ശ്രദ്ധിക്കാത്തോണ്ടാണ്. അപ്പൊ പക്ഷെ ഞാൻ ഇവിടുന്ന് എണീറ്റ് ഞാൻ പോയി ദേഷ്യപ്പെട്ട അവരുടെ മൂഡ് മൊത്തത്തിൽ മാറും. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പഠിച്ചോണ്ട് ഞാൻ പോയി അതിനൊരു ചിരിച്ച് ശരിക്കും എന്താ ചെയ്ത്, അപ്പൊ അവര് കേൾക്കൂലേ എന്നൊക്കെ ഞാൻ ചിരിച്ച് പറഞ്ഞപ്പോ മൂപ്പരാണ്ട് അതൊരു ചിരിയിലോട്ടായി മാറി. അപ്പൊ അത് അവിടെ ഒരു തമാശയായി മാറി. അല്ലെങ്കിൽ ഞാൻ അതിനെ വേറൊരു രീതിയിലാണ് റിയാക്ട് ചെയ്തതെങ്കിൽ അവിടെ അതൊരു കലഹമായി മാറാൻ സാധ്യത ഉണ്ട്. അപ്പൊ എനിക്ക് മുന്നേ ഞാൻ അങ്ങനെയായിരുന്നു, ഇപ്പൊ ഞാൻ കുറെ മാറി. അപ്പൊ നമ്മൾ അവരുടെ ഒരു ഇതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഹസ്ബൻഡ്സിനുള്ള നമുക്ക് ആ ഒരു സ്നേഹം അവരെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അത് കുറെയൊക്കെ നമുക്ക് മുബഷിറ പറഞ്ഞു തന്നു. ഈ റൊമാൻസ് എന്നൊക്കെ ഉള്ളത് കണ്ടില്ലേ, ആ സ്നേഹം അത് അവർക്ക് കൊടുക്കണം, നമുക്കത് കഴിയണം. അതുപോലെ ഭംഗിയായി അവരുടെ മുന്നിൽ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും കഴിയണം. അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അതിനൊക്കെ സാധിക്കട്ടെ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പൊ അതെല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ എല്ലാ സക്സസും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മോടൊപ്പം ഇരുന്ന് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് നന്ദി. ബുഷ്ര മാം ഇവിടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. താങ്ക് യു. ഇനി നന്നായി ഉറങ്ങാം അല്ലേ? താങ്ക് യു ഡിയേഴ്സ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.